Hi children, today we are continuing the lesson 5 Food and Nutrition. Food and Nutrition, and today we are going to study the balanced diet. Balanced diet. Balanced diet. D-I-E-T. Balanced diet. Balanced diet ഉള്ള diet ആണ് അല്ലേ? അപ്പോൾ the food, a balanced diet is one that contains all the nutrients, water, roughage എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ കാണുന്നതാണ് റഫേജ് എന്ന് പറയുന്നത്. ഫൈബർ അടങ്ങിയ പദാർത്ഥങ്ങളെയൊക്കെ നമ്മൾ റഫേജസ് എന്നാണ് പറയുന്നത്. നാരുകൾ അടങ്ങിയ ഫുഡുകൾ. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് റഫേജ് അടങ്ങിയ ഫുഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ the food which contain all the nutrients, water, roughage is called balanced diet. A balanced diet that contains all the nutrients, water, roughage is called balanced diet. അപ്പോൾ വാട്ടറും എല്ലാ ന്യൂട്രിയൻസും എല്ലാ കറക്റ്റ് അളവിലും അനുപാതത്തിലും അടങ്ങിയ ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. A balanced diet is needed for everyone. ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ ന്യൂട്രിയൻസും അതിൻ്റെതായ അളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ ഫുഡും എല്ലാ ന്യൂട്രിയൻസും എല്ലാ പോഷക ഘടകങ്ങളും എല്ലാം കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടണം. അത് കുറഞ്ഞു പോയാൽ നമുക്ക് രോഗങ്ങളുണ്ടാകും, കൂടിപ്പോയാലും അത് നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണ്. അപ്പോൾ ന്യൂട്രിയൻസും കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണ്. അപ്പം കൃത്യമായ എമൗണ്ടിൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരണം. അങ്ങനെ എല്ലാ ന്യൂട്രിയൻസും വാട്ടറും റഫേജും എല്ലാം കറക്റ്റ് അളവിൽ നമ്മുടെ ഫുഡിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ്. A balanced diet is one that contains all nutrients, water and roughage. A balanced diet is one that contains all nutrients, water and roughage. Roughage found in fruits and vegetables. A balanced diet is needed for everyone. However, certain people may require more than specific nutrient. ചിലവർക്ക് ഇങ്ങനെയാണെങ്കിലും ചിലവർക്ക് അവർ ചെയ്യുന്ന ജോലി അനുസരിച്ച് അവരുടെ ഏജ് അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും ഇൽനെസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചില ന്യൂട്രിയൻസ് കുറച്ചുകൂടി എല്ലാവരെക്കാളും കുറച്ച് ലെവല് കൂടുതൽ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതെവിടെയൊക്കെയാണെന്ന് നോക്കാം. വെൻ വി വർക്ക്, നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് കാലറീസ് ബേൺ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് എനർജി വേണ്ട വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഒരുപാട് എനർജി വേണ്ട വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലേ? കൺസ്ട്രക്ഷൻ മേഖലകളിൽ അല്ലേ, വീട് പണിക്കൊക്കെ അങ്ങനെയുള്ള ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? സിമെൻറ്റ് ചുമന്ന് കൊണ്ടുപോവുകയും സിമെൻറ്റ് കുഴയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഫിസിക്കൽ ലേബർ, എന്നാൽ വലിയ ഇഷ്ടിയൊക്കെ ചുമന്നു കൊണ്ടുപോയി എത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ഫിസിക്കലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് അല്ലേ? അത്തരം ആൾക്കാരുടെ എനർജി കൂടുതലായിട്ട് ബേൺ ചെയ്യുന്നുണ്ട്. അവർക്ക് എനർജി കൂടുതൽ വേണ്ടി വരും അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എനർജി ബേൺ ചെയ്യുന്നവർക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ളവർ, അത്ലറ്റ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുവാണ് അല്ലേ? ഈ അത്ലറ്റിക് ഒളിമ്പിക്സിനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഓട്ടവും ജമ്പിങ്ങും അതിനൊക്കെ അത്ലറ്റ്സുകൾ, കായിക താരങ്ങൾ, അവർ ഒരുപാട് ഓട്ടവും ചാട്ടവും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് കൂടുതൽ എനർജി വേണ്ടി വരുന്ന ആളുകളാണ്.
അതുപോലെ തന്നെ അപ്പോൾ അവർക്ക് കൂടുതൽ എനർജി വേണം. അപ്പോൾ അവര് കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡാണ് കഴിക്കേണ്ടത്. But the person who are working in the construction field, they do physical hard workers. അങ്ങനെ ഫിസിക്കലായിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, അത്ലറ്റ്സ്, അവർക്കൊക്കെ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യേണ്ടി വരും. അവർക്ക് കൂടുതൽ ന്യൂട്രിയൻസ് അവരുടെ ഫുഡിൽ ആവശ്യമാണ്. സെഡിമെന്ററി ലൈഫ്, സാധാരണ ഒരു ജീവിതം നയിക്കുന്നതിനേക്കാളും കൂടുതൽ ന്യൂട്രിയൻസ് അവർക്ക് ആവശ്യമാണ്. A person recovering from a long period of sickness, ഒരു പേഴ്സൺ ഒരു അസുഖം വന്ന് അതിൽ നിന്നും മോചനം നേടിയ ഒരാൾക്കും എന്ത് വേണം? കൂടുതൽ ന്യൂട്രിയൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ മോർ പ്രോട്ടീൻസ് ആവശ്യമാണ് അവർക്ക്. ടു റിപ്പയർ ഡാമേജ്ഡ് സെൽസ് ബൈ ദ ഇൽനെസ്. അപ്പോൾ ഒരു അസുഖം വന്നിട്ട് ആ സെൽസിൻ്റെയൊക്കെ ഡാമേജ് ഓവർകം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുവാനായിട്ട് അവർക്ക് കൂടുതൽ പ്രോട്ടീൻസ് ആവശ്യമാണ്. ദെൻ an anemic person, അനീമിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്ലഡിൻ്റെ ബ്ലഡിൻ്റെ അളവ് അവരുടെ ശരീരത്ത് കുറവായിരിക്കും. വീക്ക് ഡ്യൂ ടു വെരി ഫ്യൂ റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറഞ്ഞ ആൾക്കാർ, അതായത് രക്തത്തിൻ്റെ അളവ് കുറവുള്ള ആൾക്കാർക്കും എന്ത് വേണം? കൂടുതൽ ന്യൂട്രിയൻസ്, അതായത് അയൺ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ആണ് അവിടെ അവർക്ക് വേണ്ടത്. അപ്പോൾ എന്താണ്? കുറേ പേർക്ക് എന്താണ്? കാലറീസ്, എനർജി കൂടുതൽ വർക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ് അവരുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ചില ആൾക്കാർ എങ്ങനെയുള്ളവരാണ്? അവർക്ക് രോഗം വന്ന് ഇൽനെസ്സിൽ നിന്ന് റിക്കവർ ചെയ്തവർക്ക് പ്രോട്ടീൻസ് എന്ന് പറയുന്ന എലമെന്റ് ആണ്, ന്യൂട്രിയൻ്റ് ആയിരിക്കും അവരുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുപോലെ അയൺ, അതായത് ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് അയൺ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ് ആണ് അവർക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡിനെ കുറിച്ച്, ഡയറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചിലവർക്ക് ചില ന്യൂട്രിയൻസ് അവരുടെ അവസ്ഥ അനുസരിച്ച് കൂടുതൽ വേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചിൽഡ്രൻ, കുട്ടികളുടെ കാര്യത്തിൽ ഒബ്വിയസ്ലി they need more ബോഡി ബിൽഡിംഗ് ഫുഡ്. അവർക്ക് എന്താണ്? ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് വേണ്ടത്. അതായത് പ്രോട്ടീൻസ് കൂടുതൽ അടങ്ങിയ ഫുഡാണ് ആർക്ക് കഴിക്കേണ്ടത്? കുട്ടികള്, നിങ്ങള് കഴിക്കേണ്ടത്. പ്രോട്ടീൻസ് കൂടുതൽ അടങ്ങിയത് അതാണ് അഡൾട്ട്സ്. അപ്പൊ അഡൾട്ട്സിനേക്കാളും കുറച്ചുകൂടി പ്രോട്ടീൻസ് കൂടിയ ഫുഡാണ് ആര് കഴിക്കേണ്ടത്? കുട്ടികള്, ചിൽഡ്രൻ കഴിക്കേണ്ടത്. ദേ ആർ ഗോയിങ് ത്രൂ ദ പ്രോസസ് ഓഫ് ഗ്രോയിങ് ആൻഡ് ബോഡി ബിൽഡിംഗ്. അവരെന്ത് ചെയ്യുന്നു? വളരുന്നുണ്ട്, അവരുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ പ്രോട്ടീൻസ് ആവശ്യമാണ്. ദേ ആർ ഓൾസോ ഗെറ്റ് ആക്റ്റീവ് ഫിസിക്കലി. അവർക്ക് ഫിസിക്കലി നല്ല ആക്റ്റീവ് ആകണം. സോ ദേ നീഡ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് ഫോർ എനർജി. അപ്പൊ എനർജി കിട്ടാനായിട്ട് അവർക്ക് എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും അടങ്ങിയിരിക്കണം. They need minerals to build up strong bones and teeth. അവർക്ക് മിനറൽസ് അതുപോലെ തന്നെ എന്തും വേണം? They need minerals to build. മിനറൽസ്, ധാതുലവണങ്ങൾ അവർക്ക് ഫുഡിൽ അടങ്ങിയിരിക്കണം. അവർക്ക് ബോൺസും ടീത്തും ഒക്കെ നല്ല സ്ട്രോങ്ങർ ആവണമെങ്കിൽ അതും ആവശ്യമാണ്. വൈറ്റമിൻസ് വേണം. വൈറ്റമിൻസ് കീപ്പ് എവേ ഫ്രം സിക്നെസ് ആൻഡ് സ്റ്റേ ഹെൽത്തി. വൈറ്റമിൻസ് എന്താണ്? ഇൽനെസ്സിനെ തുടച്ചു മാറ്റിയിട്ട് അവരെ ഹെൽത്തി ആയിട്ടിരിക്കുവാനും സഹായിക്കുന്നു. അതുപോലെ മിൽക്ക്, അല്ലേ? മിൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഫുഡാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. മിൽക്ക് കണ്ടെയ്ൻസ് all the nutrients. Milk contain all the nutrients and it's therefore a complete food. അതുകൊണ്ട് മിൽക്കിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഒരു കംപ്ലീറ്റ് ഫുഡ് എന്നാണ് മിൽക്കിനെ നമ്മൾ പറയുന്നത്. ഗ്രോയിങ് ചിൽഡ്രൻ നീഡ്സ് ലോഡ്സ് ഓഫ് മിൽക്ക്. അപ്പോൾ നിങ്ങൾ വളരുന്ന കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾ പാല് കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളം മിൽക്ക്, പാല് കുടിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നല്ല ഹെൽത്തി ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട് വളരുകയുള്ളൂ. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് ഫുഡാണ്. മിൽക്ക് ഈസ് എ കംപ്ലീറ്റ് ഫുഡ്.
So today we studied in this class balanced diet. What is balanced diet? Balanced diet is one that contain all the nutrients, water and roughage. അല്ലേ? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? എല്ലാ ന്യൂട്രിയൻസും വാട്ടറും റഫേജും എല്ലാം അടങ്ങിയിരിക്കുന്നു. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് നീഡഡ് ഫോർ എവരിവൺ. എല്ലാവർക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, എല്ലാ പോഷകങ്ങളും കറക്റ്റായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും അത്യാവശ്യമാണ്. ചിലവർക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എനർജി കൂടുതൽ കിട്ടുന്ന ഫുഡ് കഴിക്കണം. കുട്ടികളാണെങ്കിൽ ഗ്രോ ചെയ്യുന്നതും ആക്റ്റീവ് ആവുന്നതും ഡിസീസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡുമാണ് അവർ കഴിക്കേണ്ടത്. സോ ചിൽഡ്രൻ, റീഡ് ദ പേജ് നമ്പർ 181 നീറ്റ്ലി. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ദെൻ അണ്ടർസ്റ്റാൻഡിങ്. സോ താങ്ക് യു ചിൽഡ്രൻ.